ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്ലൈ അണ്ടർ ജി എസ് ടി. ഓക്കെ, എന്താ അറിയാ ജി എസ് ടിനെ പറ്റി നമുക്ക്? ഓക്കെ, അതായത് എപ്പോഴാണ് ജി എസ് ടി ലെവി ചെയ്യുക? സപ്ലൈ വരണല്ലേ. സപ്ലൈ ആണ് ടാക്സബിൾ ഇവൻറ്റ്. സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് വരുള്ളൂ? ജി എസ് ടി വരുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് സപ്ലൈ. സപ്ലൈ എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴേ ജി എസ് ടി വരുമെന്ന് അറിയുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കുന്നത് എന്താണ് സപ്ലൈ, അതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സി ജി എസ് ടി ആക്റ്റാണ്. ആക്റ്റുകൾ ഒരുപാടുണ്ട്. സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി ആക്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഏതാണ്? സി ജി എസ് ടി ആക്റ്റാണ്. പക്ഷേ ചില ചാപ്റ്റർ എത്തുമ്പോൾ ഏത് സെക്ഷൻ പറയുന്നുണ്ട്? ഐ ജി എസ് ടി ആക്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ പറയുന്നത് ഏത് ആക്റ്റാണ്? ഐ ജി എസ് ടി ആക്റ്റാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ പറയാം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഏത് ആക്റ്റാണ്? സി ജി എസ് ടി ആക്ട്. ഈ ചാപ്റ്ററിൽ രണ്ട് സെക്ഷനാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സെക്ഷൻ 7ഉം മറ്റൊന്ന് സെക്ഷൻ 8ഉം. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും ആ മുകളിൽ നിന്ന് എഴുതി വെക്കുക ജസ്റ്റ് ഏതാണ് സെക്ഷൻ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. കാരണം ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ആ സെക്ഷൻ ആദ്യം കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും 100% ഓക്കെ ആയിരിക്കണം. അതിലൊരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക. ഓക്കെ, ശരി. അപ്പോൾ മെയിൻ സെക്ഷൻ രണ്ടെണ്ണമാണ്, സെക്ഷൻ 7ഉം സെക്ഷൻ 8ഉം. ഇനി സെക്ഷൻ 7 പറയുന്നത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സപ്ലൈ. എന്താണ് സപ്ലൈയുടെ മീനിങ് അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7. ഓക്കെ, നമുക്ക് ഈ സെക്ഷൻ 7 ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഈ സെക്ഷനിൽ 3 സബ് സെക്ഷൻ പഠിക്കാനുണ്ട്. ഏതൊക്കെ? 7(1), 7(1)(a), 7(2). ഇങ്ങനെ 3 സബ് സെക്ഷൻ പഠിക്കാനുണ്ട്. എന്താ 7(1)ൽ പറയുന്നത്? 7(1)ൽ പറയുന്നത് എന്തെല്ലാം ആക്ടിവിറ്റീസാണ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം ആക്ടിവിറ്റിയാണ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? 2ൽ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് സപ്ലൈയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 ഏതാണ്? ഇൻക്ലൂഷൻ. 2 എന്താണ്? എക്സ്ക്ലൂഷൻ. അപ്പോൾ നമുക്കറിയാം സപ്ലൈ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആയാൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 7(1)(a) പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ 3 സെക്ഷൻ പറയുന്നത്? 1 ഏതാണ്? എന്തെല്ലാം കാര്യങ്ങൾ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 1 എന്താണ്? ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്ന ക്ലാസിഫിക്കേഷനാണ് 7(1)(a) പറയുന്നത്. 2ൽ എന്താ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ സപ്ലൈയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒഴിവാക്കിയ കാര്യങ്ങൾക്ക് എന്തുണ്ടാവില്ല? ജി എസ് ടി ഉണ്ടാവില്ല. ക്ലിയർ ആയോ? സപ്ലൈയിൽ ഇൻക്ലൂഡായ കാര്യങ്ങൾക്ക് മാത്രമേ ഏതുണ്ടാവുള്ളൂ? ജി എസ് ടി ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഓക്കെ, ഇനി ഈ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ 4 ക്ലോസുകളിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ക്ലോസ്? ക്ലോസ് എ, എ, ബി, സി. ഈ 4 ക്ലോസുകളിലാണ് എന്തെല്ലാം കാര്യങ്ങളാണ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറയുന്നത്. ഇനി എക്സ്ക്ലൂഷൻ പറയുന്നത് എത്ര ക്ലോസാണ്? 2 ക്ലോസ്. ഏതൊക്കെ? ക്ലോസ് എയും ക്ലോസ് ബിയും. ഓക്കെ, നിങ്ങൾ ആദ്യം ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്തേ. പിന്നെ നമുക്ക് 3 ഷെഡ്യൂൾ പഠിക്കാനുണ്ട്. ഈ ജി എസ് ടി എന്ന ഈ ഒരു ഏരിയയിൽ മൊത്തം സിലബസിൽ ആകെ 3 ഷെഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ 3 ഷെഡ്യൂൾ വരുന്ന ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 2ലാണ്. അപ്പോൾ ഏതൊക്കെ ഷെഡ്യൂൾ പഠിക്കാനുണ്ട്? ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. അപ്പോൾ ഏത് സെക്ഷൻ പറയുമ്പോഴാണ് ഷെഡ്യൂൾ പറയേണ്ടത്? 7(1)(c) പറയുമ്പോൾ നമ്മൾ ഏത് ഷെഡ്യൂൾ പറയണം? ഷെഡ്യൂൾ 1. 7(1)(a) പറയുമ്പോൾ ഏത് പറയണം? ഷെഡ്യൂൾ 2. പിന്നെ 7(2)(a) പറയുമ്പോൾ ഏത് പറയണം? ഷെഡ്യൂൾ 3. ഇതാണ് സെക്ഷൻ 7ൻ്റെ ഒരു ഓവർവ്യൂ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, ശരി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഏത് സെക്ഷൻ നമുക്ക് നോക്കാം? 7(1). 1ൽ ആദ്യം ഇത് പഠിക്കാം. 7(1)(a). അപ്പോൾ എന്താണ് ഈ 7(1)(a) പറയുന്നത്?
സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യം എന്താണ് സപ്ലൈ അല്ലേ? യെസ്, നമുക്ക് നോക്കാം. അപ്പോൾ 7.1 പറയുന്നത് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളല്ലേ? എത്ര ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞത്? 4 അല്ലേ? ഏതൊക്കെ? എ, എ, ബി, സി. നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് തന്നെ പഠിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതിന് വേറെ സമയം കളയണ്ടല്ലോ, പിന്നെ റിവിഷൻ ചെയ്താൽ പോരെ. യെസ്. അപ്പോൾ 7.1 പ്രകാരം ഒരു കാര്യം സപ്ലൈ ആവണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ മെയിനായിട്ട് സംഭവിച്ചിരിക്കണം അല്ലേ? എപ്പോഴും നോർമലി ഇത് നമ്മളെപ്പോഴും GST കൊടുക്കുക? ജനറൽ ലൈഫിലെന്ന് പറഞ്ഞേ എക്സാമ്പിൾ വെച്ചിട്ട് എപ്പോഴും GST കൊടുക്കുക? സെയിൽ ചെയ്യുന്ന സമയത്തല്ലേ? ഇപ്പോൾ ഞാനൊരു ട്രേഡിങ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് GST കൊടുക്കണം. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഞാൻ ഈ ഒരു റിമോട്ട് സെയിൽ ചെയ്യാണ്, ഞാനൊരു റിമോട്ട് സെയിൽ ചെയ്യുന്ന ആളാണ്. ഞാൻ റിമോട്ട് സെയിൽ ചെയ്യുമ്പോൾ GST എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണോ അതോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കണോ? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, യെസ്. അപ്പം പിന്നെ ശ്രദ്ധിക്കുക, 7.1 പ്രകാരം ഒരു കാര്യം സപ്ലൈ ആവണമെങ്കിൽ അവിടെ മെയിനായിട്ട് 3 എലമെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഈ കാര്യം അതെന്താണോ നോക്കണം? ഗുഡ്സോ സർവീസോ ആണോ നോക്കണം. GST വരണമെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന കാര്യം എന്തായിരിക്കണം? ഒന്നുകിൽ അത് ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതായിരിക്കണം? സർവീസ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ തിരിച്ചെന്ത് കിട്ടിയിരിക്കണം? നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടിയിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഈ ഗുഡ്സ് ഇയാൾ സെയിൽ ചെയ്യുന്നത് അയാളുടെ ബിസിനസ് പർപ്പസ് ആയിരിക്കണം, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു കാർ സെയിൽ ചെയ്തു. ഞാൻ വീട്ടിൽ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു കാറാണ്. ആ കാർ ഞാൻ സെയിൽ ചെയ്തു. ഞാൻ ഗവൺമെൻറ്റിക്ക് GST കൊടുക്കണോ വേണ്ടേ? ഈ 3 എലമെൻറ്റ്സ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് പറയണം. വൈ? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് അല്ല, അപ്പോൾ GST വരില്ല. ഓക്കെ. എന്നാൽ ഞാൻ ഈ റിമോട്ടിൻ്റെ ഒരു ട്രേഡറാണ്. എൻ്റെ ബിസിനസ് എന്താണ്? റിമോട്ട് ട്രേഡിംഗ് ആണ്. ഞാൻ എൻ്റെ ഒരു കസ്റ്റമർക്ക് ഈ റിമോട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. ഗവൺമെൻറ്റിക്ക് GST കൊടുക്കണോ വേണ്ടേ? വേണ്ട. കാരണം എന്താ? കൺസിഡറേഷൻ ഇല്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് 3 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞേ? ഒന്ന് ഗുഡ്സോ സർവീസോ ആയിരിക്കണം, പിന്നെ അവിടെ തിരിച്ച് നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ അത് ബിസിനസ് പർപ്പസ് ആയിരിക്കണം. ഇത് ബിസിനസ് പർപ്പസ് ആണോ അല്ലെങ്കിൽ 4 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടത്? ഈ ബയറുടെ പോയിന്റ് ഓഫ് വ്യൂ ആണോ, ഗുഡ്സ് സെല്ല് ചെയ്യുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണോ, സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരും കേട്ടോ. 3 കണ്ടീഷൻ: ഗുഡ്സോ സർവീസോ ആയിരിക്കണം, തിരിച്ച് കൺസിഡറേഷൻ വേണം, അത് ഏത് പർപ്പസ് ആയിരിക്കണം? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ഓക്കെ, യെസ്. ശരി, ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഗുഡ്സോ സർവീസോ ആയിരിക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം, എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്? എന്താ ഗുഡ്സ്? എന്താ ടാഞ്ചിബിളായ എല്ലാം ഗുഡ്സ് ആണോ? നമ്മൾ പറഞ്ഞല്ലോ ഗുഡ്സോ സർവീസ് ആയിരിക്കണമെന്ന്. എന്താ ഗുഡ്സ്? എന്താ സർവീസ്? ശരി, അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഗുഡ്സ് നോക്കാം. യെസ്, ഇവിടെ ഏറ്റവും മുകളിൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ, ഫസ്റ്റ് ഡെഫിനിഷനാണ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ മീനിങ് പറയുന്ന സെക്ഷൻ ഏതാണ്? 252 ഓഫ് CGST ആക്ട്. ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന ആക്ട് ഏതാണ്? മെയിനായിട്ട് CGST ആക്ട്. ഓക്കെ. അപ്പോൾ എന്താ ഗുഡ്സ്? ഫസ്റ്റ് പറയുന്നത് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഏതാണ്? ഗുഡ്സ് ആണ്. ഇപ്പോൾ റിമോട്ട് ഗുഡ്സ് ആണ്, മൂവബിൾ ആണ്. പേന മൂവബിൾ ആണ് അല്ലേ? എല്ലാം ഇതൊക്കെ ഗുഡ്സ് ആണ്, കാരണം ഇതൊക്കെ എന്താണ്? മൂവബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തല്ല? ഗുഡ്സ് അല്ല. ബിൽഡിംഗ് ഗുഡ്സ് അല്ല. ലാൻഡ് ഗുഡ്സ് അല്ല. അപ്പോൾ എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ. ഇനി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ മണി സെക്യൂരിറ്റി എന്തല്ല? ഗുഡ്സ് അല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരാണ് എന്ന് കരുതി ഞാൻ ഗവൺമെൻറ് GST കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. മണി എന്തല്ല? ഗുഡ്സ് അല്ല. ഇനി സെക്യൂരിറ്റീസ് ഗുഡ്സ് അല്ല എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം എൻ്റെ കയ്യിൽ ടാറ്റ ലിമിറ്റഡ് ഒരു ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ടാറ്റ ലിമിറ്റഡ് ഒരു ഷെയർ ഉണ്ട്. ആ ഷെയർ ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൺസിഡറേഷൻ കിട്ടുമല്ലേ? പക്ഷേ GST കൊടുക്കണ്ട. കാരണം എന്താ? അത് ഗുഡ്സ് അല്ല. അപ്പോൾ സെക്യൂരിറ്റീസ് എന്തല്ല? ഗുഡ്സ് അല്ല. ഓക്കെ. ഇനി പക്ഷേ ഇൻക്ലൂഡ് ഗുഡ്സിൽ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. എന്താ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക? ആക്ഷനബിൾ ക്ലെയിംസ്. അതെന്താണ് ഈ ആക്ഷനബിൾ ക്ലെയിംസ്? ഈ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഗുഡ്സാണ്. ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഇതിനൊക്കെ എന്ത് കൊടുക്കണം? GST കൊടുക്കണം. പിന്നെ പറയുന്ന പോയിന്റ്, ഗ്രോവിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ്. അതെന്താ? ഗ്രോവിങ് ക്രോപ്സ്, ഗ്രാസ്, തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ്. ലാൻഡിൽ വളർന്നു വരുന്ന നമ്മുടെ ഈ ചെടികൾ, മറ്റേ കൃഷി വിളകളൊക്കെ ഇല്ലേ, ഇത് ഗുഡ്സാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? വിച്ച് ആർ എഗ്രീഡ് ടു ബി സിവേഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. എന്ന് വെച്ചാൽ എന്താ? വെട്ടിയിട്ട് കൊടുക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്? ഇപ്പോൾ ലാൻഡിൽ നമുക്കൊരു കൃഷി, ഒരു വാഴത്തോട്ടം വിചാരിക്കുക. അപ്പോൾ ഈ വാഴ അല്ലേ, അതൊക്കെ നമ്മൾ പറിച്ചിട്ട് കൊടുക്കണം. അല്ലാതെ ലാൻഡ് ഓർക്കിന് എന്ത് ചെയ്യരുത്? കൊടുത്താൽ അതെന്തല്ല? ഗുഡ്സ് അല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം അതിന് വെട്ടിയിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക, പറിച്ചിട്ട് കൊടുക്കുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ശരി, അപ്പോൾ നമുക്ക് ഈ ഒരു ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഒന്ന് പറഞ്ഞേ, ഗുഡ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? സെക്ഷൻ ഏതാ? സെക്ഷൻ 252. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഗുഡ്സാണ്. പിന്നെ ആക്ഷനബിൾ ക്ലെയിംസ് ഗുഡ്സാണ്. പിന്നെ ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, തിങ്സ് ഇതൊക്കെ ഗുഡ്സാണ്. പക്ഷേ അവിടെ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? എഗ്രീഡ് ടു ബി സെവേഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. സപ്ലൈ നടക്കുന്ന സമയത്ത് ഇത് പറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ സപ്ലൈ ആണ്. സോറി, അതെന്താണ്? ഗുഡ്സാണ്. ഇനി എന്താണ് ഗുഡ്സ് ഒഴിവാക്കിയത്? മണി സെക്യൂരിറ്റി എന്തല്ല? ഗുഡ്സ് അല്ല. ഓക്കെ. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കൂ, ഒരു പാടത്ത് കുറേ നെല്ല് വലുതാവുന്നുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഈ നെല്ല് മാത്രം പറിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ പറയാണ്, ഈ നെല്ല് മാത്രം പറിച്ചിട്ട് ഒരാൾക്കൊരു 5 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തു. നെല്ല് മാത്രം പറിച്ചിട്ട് സെയിൽ ചെയ്തു 5 ലക്ഷം രൂപയ്ക്ക്. അത് ഗുഡ്സാണോ? അല്ലേ? അത് ഗുഡ്സാണ്. എന്നാൽ ഞാൻ ഈ നെല്ലും ഈ ലാൻഡും മൊത്തത്തിലൊരു 50 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തു. ആ ലാൻഡും നെല്ലും കൂടെ മൊത്തത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തു. അത് ഗുഡ്സാണോ? അല്ലേ? അല്ല. ഗുഡ്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? പറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിലോട്ട് പോയി? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന കാറ്റഗറിയിലോട്ട് പോയില്ലേ? യെസ്. ക്ലിയർ ആയോ? ശരി, നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. ഇതിലേതെങ്കിലും വേർഡിങ്സ് കിട്ടാത്തതുണ്ടോ? വായിച്ചേ. ജസ്റ്റ് ഇതൊന്ന് വായിച്ചേ, ഡെഫിനിഷൻ വായിച്ചോ. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോൾ സപ്ലൈ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും സപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കണം? ഗുഡ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? സർവീസ് ആയിരിക്കണം. എന്താ സർവീസ്? സർവീസ് എന്ന് വെച്ചാൽ എന്താ? GST ആക്ട് പ്രകാരം എന്താ സർവീസ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്കറിയാം സർവീസ് എന്താ. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സർവീസാണല്ലേ, ഞാൻ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ അതൊരു സർവീസാണല്ലേ, അഡ്വക്കേറ്റ് ചെയ്യുന്ന സർവീസാണല്ലേ. യെസ്. അപ്പോൾ ഈ സർവീസിൻ്റെ മീനിങ് എന്താ നമുക്ക് നോക്കാം. ഈ ഗുഡ്സിൻ്റെ മീനിങ്ങിൻ്റെ സെക്ഷൻ ഏതായിരുന്നു? 252. ഈ സർവീസിൻ്റെ സെക്ഷൻ 2102. എന്ന് വെച്ചാൽ ഗുഡ്സ് കൂടെ 50 കൂടെ കൂട്ടി കൊടുത്താൽ മതി. ഗുഡ്സ് കൂടെ 50 കൂടെ കൂട്ടി എടുത്താൽ മതി. 52 + 50 102. ശരി, എന്താണ് സർവീസ്? നോക്കാം. സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി, സെക്യൂരിറ്റി. എന്ന് വെച്ചാൽ എന്താ? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി, സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഗുഡ്സും മണിയും സെക്യൂരിറ്റിയും അല്ലാത്ത എല്ലാം ഏതാണ്? സർവീസാണ്. ഗുഡ്സും മണിയും സെക്യൂരിറ്റിയും അല്ലാത്ത എല്ലാം ഏതാണ്? സർവീസാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മണി സെക്യൂരിറ്റിയും ഗുഡ്സും അല്ല, മണി സെക്യൂരിറ്റി എന്തും അല്ല, സർവീസും അല്ല. ക്ലിയർ ആണോ? അപ്പോൾ എന്താ സർവീസ്? അത് ഗുഡ്സ് ആവരുത്, അത് മണി ആവരുത്, അത് സെക്യൂരിറ്റി ആവരുത്. ബാക്കിയെല്ലാം ഏതാണ്? സർവീസ്. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ ചിലപ്പോൾ അതൊരു സർവീസായിട്ട് വരും. അതായത് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സർവീസ് എന്നൊക്കെ പറയാറില്ലേ, ഈ കൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാക്കി കൊടുക്കല്ലേ. അത് ചിലപ്പോൾ അതെന്തായിട്ട് വരും? സർവീസായിട്ട് വരും. ചിലപ്പോൾ അത് നെഗറ്റീവ് ലിസ്റ്റ് എന്നൊരു കാറ്റഗറിയിലോട്ട് പോകും. അപ്പോൾ അതിനെപ്പറ്റി ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ.
അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഇത് ഗുഡ്സ് ആവരുത്, സർവീസ് ആവരുത്, ഗുഡ്സ് ആവരുത്, മണി ആവരുത്, സെക്യൂരിറ്റി ആവരുത്. യെസ്. ബട്ട് ഇൻക്ലൂഡ്, ചില കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആദ്യം ജനറലായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗുഡ്സ് അല്ല, മണിയല്ല, സെക്യൂരിറ്റി അല്ല. ഇനി ഒരു കാര്യം പറയണം, ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യും ഇതിൽ. ഏത് ഇൻക്ലൂഡ് ചെയ്യും? അല്ല, ഇനി വെച്ചേ ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി. അതെന്താ ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി? യെസ്, കറക്റ്റ്. ഇപ്പം മണി എന്തല്ല? ഗുഡ്സ് അല്ല, സർവീസ് അല്ല. എന്നാൽ ഞാൻ കുറച്ച് പൈസ ലോൺ കൊടുക്കുകയാണ്, യൂസ് ഓഫ് മണിയാണ്. ആ ലോൺ കൊടുക്കുന്ന ആക്ടിവിറ്റി എന്താണ്? ഒരു സർവീസാണ്. കാരണം അതിന് കൺസിഡറേഷൻ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ലേ? യെസ്. ഇൻട്രസ്റ്റ് GST വരുന്നില്ല, അത് വേറെ കാര്യം, അത് നമുക്ക് അവിടെ നോക്കാം. പക്ഷേ ഈ ലോൺ കൊടുക്കുന്നത് എന്താണ്? ഒരു സർവീസാണ്. അപ്പം മണി എന്തല്ല? സർവീസ് അല്ല, പക്ഷേ യൂസ് ഓഫ് മണി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ എക്സാമ്പിൾ ലോൺ കൊടുക്കുക. ആ ലോൺ കൊടുക്കുന്ന കാര്യം എന്താണ്? സർവീസാണ്. അടുത്ത് പറയുന്നത് ഓർ ഇറ്റ്സ് കൺവേർഷൻ ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ് ഫ്രം വൺ ഫോം കറൻസി ഓർ ഡിനോമിനേഷൻ ടു അനദർ ഫോം കറൻസി ഡിനോമിനേഷൻ ഫോർ വിച്ച് എ സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്ഡ്. അതെന്താ? അതെ, ഫോറിൻ എക്സ്ചേഞ്ച് സർവീസുകൾ. അതായത് അവരെന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട്. അതെന്താ? ചിലപ്പോൾ നമുക്ക് ചെക്ക് DD ആക്കി മാറ്റലാവാം, DD ക്യാഷ് ആക്കി മാറ്റലാവാം, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട്. പിന്നെ ഒരു കറൻസിയിൽ നിന്ന് മറ്റൊരു കറൻസിയിലോട്ട് എന്ന് പറയുമ്പോൾ ഡോളർ റുപ്പീസാക്കി മാറ്റുക, റുപ്പീസ് പൗണ്ടാക്കി മാറ്റുക. അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ മറ്റൊരു ഡിനോമിനേഷൻ എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ നോട്ട് 10 രൂപയുടെ നോട്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ 100 രൂപയുടെ നോട്ട് 1000 നോട്ടാക്കി കൊടുക്കുക. ആ ചേഞ്ച് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു കൺസിഡറേഷൻ കിട്ടുന്നില്ലേ? ഒരു കമ്മീഷൻ കിട്ടുന്നില്ലേ? അതിനൊക്കെ എന്ത് കൊടുക്കണം? GST കൊടുക്കണം. ബിക്കോസ് ഈ ഒരു എക്സ്ചേഞ്ച് എന്താണ്? സർവീസാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മണി ഏത് കാറ്റഗറിയിൽ വരില്ല? ഗുഡ്സിൽ വരില്ല. പിന്നെ എവിടെയും പറഞ്ഞു? സർവീസിലും വരില്ല. പക്ഷേ മണിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ സർവീസാണ്. ഏതൊക്കെ രണ്ട് കാര്യം? ഒന്ന് യൂസ് ഓഫ് മണി, അതായത് ലോൺ കൊടുക്കുന്ന സർവീസാണ്. പിന്നെ ഏതാണ്? കൺവേർഷൻ, അല്ലേ? അത് രണ്ടെന്താണ്? സർവീസിൽ വരും. പിന്നെ പറയാണ് ഒരു എക്സ്പ്ലനേഷനാണ്. സർവീസിൽ ഏതും കൂടെ വരും? ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റി. അതെന്താ? നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി എന്തല്ല? സർവീസ് അല്ല. പക്ഷേ ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റി അത് സർവീസ്. അതെന്താ? ബ്രോക്കറേജ്. ബ്രോക്കർമാർ ചെയ്യാറില്ലേ? അവരെന്താ ചെയ്യുന്നത്? സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാനും സെക്യൂരിറ്റി വിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രോക്കർമാരില്ലേ? അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? സർവീസാണ്. ബിക്കോസ് ആ ബ്രോക്കർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സെക്യൂരിറ്റി സെയിൽ ചെയ്താൽ അത് ഗുഡ്സോ സർവീസോ അല്ല. പക്ഷേ സെക്യൂരിറ്റി സെയിൽ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഒരു ബ്രോക്കർമാരൊക്കെ ഇടനിലക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റേഷൻ, അറേഞ്ചിങ് ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി അതെന്താണ്? സർവീസാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം. പറഞ്ഞോളൂ. സർവീസ് സെക്ഷൻ 252 എന്തൊക്കെയാണ് ആദ്യം എക്സ്ക്ലൂഡ് ചെയ്യുക? 252 അല്ല 2102 എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യാം? ഗുഡ്സ് സർവീസ് അല്ല, മണി സർവീസ് അല്ല, സെക്യൂരിറ്റി സർവീസ് അല്ല. അപ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? അതർ ദാൻ ഗുഡ്സ്, മണി, സെക്യൂരിറ്റി. ബാക്കിയെല്ലാം ഏതാണ്? ഇൻക്ലൂഡാണ്. പിന്നെ മണി സർവീസ് അല്ല, അല്ലേ? പക്ഷേ യൂസ് ഓഫ് മണി സർവീസാണ്. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് മണി സർവീസാണ്. ഇനി സെക്യൂരിറ്റി എന്തല്ല? സർവീസ് അല്ല. പക്ഷേ ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി എന്താണ്? സർവീസാണ്. ക്ലിയർ ആണോ? ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഇനി ഈ മീനിങ്ങിലോട്ട് വരും. സെക്ഷൻ 7(1). അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഗുഡ്സോ സർവീസോ ആയിരിക്കണം. അപ്പോൾ ഗുഡ്സ് എന്താണ് നമ്മൾ പറഞ്ഞു? 252. സർവീസ് ഏതാണ്? 2102, അല്ലേ? ഇനി ഈ ഗുഡ്സും സർവീസും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? കൺസിഡറേഷൻ കിട്ടണം. അപ്പോൾ എന്താ കൺസിഡറേഷൻ? എന്താ കൺസിഡറേഷൻ? നിങ്ങൾക്ക് അറിയാവുന്ന കൺസിഡറേഷൻ എന്താ? നമ്മളെന്താ പറയാ കൺസിഡറേഷന്? എന്താ പറയാ? നോക്കാം.
സെക്ഷൻ 231 കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ? സെക്ഷൻ ഇതാണ് 231. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് പാരഗ്രാഫ് റീഡ് ചെയ്തേ, എന്നിട്ടത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് പറഞ്ഞേ ആ പാരഗ്രാഫിൽ നിന്ന്. കൺസിഡറേഷൻ എന്താണ്? കൺസിഡറേഷൻ കൺസിഡറേഷനിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് വരുന്നത്. 4 കാര്യങ്ങൾ എന്താണ്? കൺസിഡറേഷനാണ്. ഒന്ന് ഏതാണ്? മണി കൺസിഡറേഷനാണ്. പിന്നെ ഏതാണ്? അതർവൈസ് എന്ന് പറയുമ്പോൾ ഇൻ കൈൻഡ്. ചിലപ്പോൾ ഞാൻ ഈ റിമോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടുന്ന വേറെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ആയിരിക്കും. മണിക്ക് പകരം ഇൻ കൈൻഡ് ആയിട്ട് എന്തെങ്കിലും കിട്ടൂലേ? അപ്പം മണി ഒരു കൺസിഡറേഷനാണ്. ഇൻ കൈൻഡ് അല്ലേ, അതർവൈസ് അതൊരു കൺസിഡറേഷനാണ്. പിന്നെ ആക്ട്. എന്ത് ആക്ട്? എന്തെങ്കിലും കാര്യം ചെയ്തിരാ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ റിമോട്ട് സെയിൽ ചെയ്യാണ്. അപ്പോൾ കസ്റ്റമറുടെ പറഞ്ഞു ക്യാഷ് വേണ്ട, അതിന് പകരം എൻ്റെ ഈ ഓഫീസ് ഒന്ന് ക്ലീൻ ആക്കി തന്നാൽ മതി, ഈ ഓഫീസ് ഒന്ന് ക്ലീൻ ആക്കി തന്നാൽ മതി, റിമോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിമോട്ടിന് കിട്ടിയ കൺസിഡറേഷനാണ് ഇത്, ആ ഒരു ആക്ട്, അതൊരു കൺസിഡറേഷനാണ്. പിന്നെ ഏതാണ്? ഫോർബിയറൻസ്. എന്താ ഫോർബിയറൻസ്? ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതെങ്ങനെ സംഭവം? ഇപ്പം ഞാൻ മലപ്പുറത്ത് ഈ ഡി ജെ എന്ന മൈക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയറാണ്. ഓക്കെ, അപ്പോൾ ഈ മലപ്പുറത്തോട്ട് ഇതുപോലത്തെ ഒരു മൈക്കുമായിട്ട് വേറൊരു കോമ്പറ്റീറ്റർ വരികയാണ്. വേറെ ആൾ വരികയാണ്, അയാളും സെയിൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഇതേപോലത്തെ ഇതിനെ കോമ്പീറ്റ് ചെയ്യുന്ന മൈക്കാണ്. അപ്പം ഞാൻ അയാളോട് പറയാണ്, എടാ നീ ഇവിടെ ബിസിനസ് ചെയ്യാതിരുന്നാൽ ഒരു 10 DJ മൈക്ക് നിനക്ക് ഞാൻ തരാം. ഞാനിവിടെ ഈ DJ മൈക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ്, ട്രേഡറാണ്, നല്ല രീതിയിൽ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് പോവാണ്. ആ സമയത്താണ് വേറൊരു കോമ്പറ്റീറ്റർ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ അയാളോട് പറയാണ്, എടാ നീ മലപ്പുറത്ത് ബിസിനസ് ചെയ്യല്ലേ, നീ വേറെ എങ്ങോട്ടും മാറ്റി ചെയ്തോ, ഇവിടെ നീ ബിസിനസ് ചെയ്യാതിരുന്നാൽ ഞാനൊരു 10 DJ ബോക്സ് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം, ഞാൻ അയാൾക്ക് ഈ 10 DJ ബോക്സ് കൊടുക്കൂലേ, അതിൽ കൺസിഡറേഷൻ ആയിട്ട് എനിക്ക് എന്താ കിട്ടിയത്? അയാളൊരു കാര്യം ചെയ്യാതിരുന്നു. എന്താ ചെയ്യാതിരുന്നത്? അവിടെയുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നു അല്ലേ? ആ ഫോർബിയറൻസും ഒരു തരം ഏതിൽ വരും? കൺസിഡറേഷൻ തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പോൾ നാലെണ്ണമാണ് കൺസിഡറേഷൻ. ഏതാ ഫസ്റ്റ് ആണ്? മണി, അതർവൈസ് ഇൻ കൈൻഡ്, പിന്നെ ഏതെങ്കിലും ആക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർബിയറൻസ്. ഇത് 4 ഏത് കാറ്റഗറി വരും? കൺസിഡറേഷൻ കാറ്റഗറി വരും. പിന്നെ നമ്മൾ എക്സാമിന് ഡെഫിനിഷൻ ഇതേപോലെ ബൈ ഹാർട്ട് പഠിക്കല്ലേ വേണ്ടത്, അത് അനലൈസ് ചെയ്തിട്ട് അനാലിസിസ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത് ഇപ്പോൾ ഇതിൽ എന്തൊക്കെ വരും, ഈ 4 കാര്യങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇനി ഈ 2 പാരഗ്രാഫിലും പറയുന്നൊരു കാര്യമുണ്ട്, ഒരേ കാര്യം ഈ 2 പാരഗ്രാഫിലും പറയുന്നുണ്ട്, കൺസിഡറേഷൻ അല്ല എന്ന്. ഏതാ? സബ്സിഡി. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സബ്സിഡി കിട്ടാറില്ലേ? സബ്സിഡി എന്തല്ല? ഒരു കൺസിഡറേഷൻ അല്ല. അതുകൊണ്ട് സബ്സിഡിയുടെ പുറത്ത് എന്ത് കൊടുക്കണ്ട? GST കൊടുക്കണ്ട. നോർമലി ഇപ്പോൾ ഞാനൊരു ഗുഡ്സ് സെയിൽ ചെയ്യാണ്, കസ്റ്റമർ കയ്യിൽ നിന്ന് GST കിട്ടും, കസ്റ്റമർ കയ്യിൽ നിന്ന് കൺസിഡറേഷൻ കിട്ടുമല്ലോ. ആ കൺസിഡറേഷന് മുകളിൽ കസ്റ്റമർ കയ്യിൽ നിന്ന് എന്ത് കൂടെ വാങ്ങണം? GST കൂടെ വാങ്ങണ്ടേ? എന്നാൽ GST ഗവൺമെൻറ് കൊടുക്കണ്ടേ? സബ്സിഡി എന്തല്ല? കൺസിഡറേഷൻ അല്ല. സബ്സിഡിക്ക് മുകളിൽ എന്ത് വേണ്ട? GST വേണ്ട. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്, deposit given in respect of supply of goods or service or both shall not be considered as a payment made for such a supply unless the supplier apply such a deposit as a consideration for the said supply. എന്ന് വെച്ചാൽ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്തല്ല, നമ്മൾ ഈ റെൻറ്റിനൊക്കെ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാറില്ലേ, അതെന്തല്ല? അത് കൺസിഡറേഷൻ അല്ല, അത് കൺസിഡറേഷൻ അല്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടോ, അൺലെസ് ദ സപ്ലയർ അപ്ലൈ സച്ച് എ ഡെപ്പോസിറ്റ് ആസ് എ കൺസിഡറേഷൻ ഫോർ ദ സെറ്റ് സപ്ലൈ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റൂം ഞാൻ റെൻറ്റിന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 ലക്ഷം രൂപയാണ് റെൻറ്റ് എമൗണ്ട്. ഈ റൂം ഞാൻ റെൻറ്റിന് കൊടുക്കുന്നത് 1 ലക്ഷം രൂപക്കാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കസ്റ്റമർ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം മാത്രം വാങ്ങിയാൽ മതിയോ? പോരാ, ഏത് കൂടെ വാങ്ങണം? GST കൂടെ വാങ്ങണം. കസ്റ്റമർ ഏത് കൂടെ വാങ്ങണം? GST കൂടെ വാങ്ങണം. അപ്പോൾ അസ്യൂം 18% GST എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര രൂപ വാങ്ങേണ്ടി വരും?
18,000. അപ്പോൾ ടോട്ടൽ എത്ര വാങ്ങണം? 1,18,000 രൂപ ഞാൻ കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങണം അല്ലേ? ഇപ്പോൾ റെൻ്റ് എന്ന് മാത്രമല്ല, 1,00,000 രൂപയുടെ ഒരു ഗുഡ്സ് ഞാൻ സെയിൽ ചെയ്യാണ്. കസ്റ്റമർ കയ്യിൽ നിന്ന് 18% GST എങ്കിൽ 18,000 രൂപ GST അടക്കം കസ്റ്റമർ കയ്യിൽ നിന്ന് ടോട്ടൽ എത്ര വാങ്ങണം? 1,18,000 വാങ്ങണം അല്ലേ? ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറഞ്ഞ റെൻ്റാണ്. 1,00,000 രൂപയാണ് ഞാൻ റെൻ്റ് വാങ്ങുന്നതെങ്കിൽ എന്തുകൂടെ വാങ്ങേണ്ടി വരും? GST കൂടെ വാങ്ങേണ്ടി വരും. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു ബിൽഡിങ് എക്സിന് ലെറ്റ് ഔട്ട് ചെയ്തു. എക്സിൻ്റെ കയ്യിൽ നിന്ന് 10,00,000 രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്? ഡെപ്പോസിറ്റ് കിട്ടി. ഈ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് കിട്ടിയൊരു കൺസിഡറേഷൻ ആണോ? അല്ല, അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള പൈസ അല്ലേ? അപ്പോൾ ഡെപ്പോസിറ്റിന് മുകളിൽ അയാളുടെ കയ്യിൽ എന്ത് വാങ്ങണ്ട? GST വാങ്ങണ്ട. കാരണം ഡെപ്പോസിറ്റ് എന്തല്ല? കൺസിഡറേഷൻ അല്ല. അപ്പോൾ ഈ 10,00,000 രൂപ വാങ്ങുമ്പോൾ ആ ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്ന് GST വാങ്ങേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, 10,00,000 മാത്രം വാങ്ങിയാൽ മതി. പക്ഷേ പിന്നെ എല്ലാ മാസവും നമ്മൾ എന്ത് വാങ്ങും? റെൻറ്റ് വാങ്ങൂലേ? ഈ റെൻറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഏതും കൂടെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങണം? GST കൂടെ വാങ്ങണം. കാരണം റെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൺസിഡറേഷനാണ്. നമ്മൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന കൺസിഡറേഷനാണ് ഇത് റെൻറ്റ്. അപ്പോൾ ഏതിന് മുകളിൽ GST വേണ്ട? ഡെപ്പോസിറ്റിന് മുകളിൽ GST വേണ്ട. ബിക്കോസ് ഡെപ്പോസിറ്റ് ഏതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്? കൺസിഡറേഷൻ എന്ന ഡെഫിനിഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വരി എന്താ ഉദ്ദേശിക്കുന്നത്? അൺലെസ് സപ്ലയർ അപ്ലൈ സച്ച് ഡെപ്പോസിറ്റ് ആസ് എ കൺസിഡറേഷൻ, എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, വെരി ഗുഡ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏപ്രിൽ മാസം എനിക്ക് റെൻറ്റ് കിട്ടി. ആദ്യം എൻ്റെ ചോദ്യം, 10,00,000 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കിട്ടി, അത് കൺസിഡറേഷൻ ആണോ? അല്ലേ? അല്ലല്ലോ, അല്ല. ഏപ്രിൽ മാസം 1,00,000 റെൻറ്റ് കിട്ടി, കൺസിഡറേഷൻ ആണോ? ആണ്. മെയ് മാസം 1,00,000 റെൻറ്റ് കിട്ടി, കൺസിഡറേഷൻ ആണോ? ആണ്. ജൂൺ മാസം 1,00,000 റെൻറ്റ് കിട്ടി, കൺസിഡറേഷൻ ആണോ? ആണ്. ജൂലൈ മാസം എനിക്ക് റെൻറ്റ് തന്നില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, റെൻറ്റ് കിട്ടിയിട്ടില്ലല്ലോ ഈ മാസത്തേന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം റെൻറ്റ് തരാനില്ല, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ആ ഡെപ്പോസിറ്റിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ എന്ത് ചെയ്തു? ഓക്കെ, ഈ 10,00,000 രൂപ ഇവിടെ ഉണ്ടല്ലോ, ഇതിൽ നിന്നും 1,00,000 രൂപ ജൂലൈ മാസത്തെ റെൻ്റായിട്ട് എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ഡെപ്പോസിറ്റ് എത്രയേ ഉള്ളൂ? 9,00,000 ഉള്ളൂ. അപ്പോൾ ബാക്കി 1,00,000 ഇവിടെ പോയി, അത് റെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ പറ, അങ്ങനെയാണെങ്കിൽ ഇനി ഈ 1,00,000 എന്തായി മാറി? കൺസിഡറേഷനായിട്ട് മാറി. ആ ഡെപ്പോസിറ്റിൽ നിന്നും 1,00,000 റെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത ആ എമൗണ്ട് എന്താണ്? കൺസിഡറേഷൻ ആണ്. ഇപ്പോഴും എത്ര ഡെപ്പോസിറ്റ് ബാക്കിയുണ്ട്? 9 lakh ബാക്കിയില്ലേ? ഇത് കൺസിഡറേഷൻ ആണോ? അല്ല. ക്ലിയർ ആണോ? അപ്പോൾ ഡെപ്പോസിറ്റിൽ നിന്നും റെൻറ്റിലോട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണ്? കൺസിഡറേഷൻ ആണ്. ക്ലിയർ ആണോ? ബാക്കിൽ ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത മെയിൻ പോയിന്റ്, എൻ്റെ ചോദ്യം, ആരാണ് കൺസിഡറേഷൻ തരിക? കസ്റ്റമർ അല്ലേ? കസ്റ്റമർക്ക് നമ്മൾ GSTയിൽ പറയുന്ന പേരുണ്ടെന്താ? കസ്റ്റമർ എന്താണ് പറയുക? റെസിപ്പിയൻ്റ് അല്ലേ? സെല്ലർക്ക് നമ്മൾ പറയുന്ന പേരാണ് സപ്ലയർ. അപ്പോൾ ഈ രണ്ട് ടേമാണ് നമ്മൾ യൂസ് ചെയ്യുക. സെല്ലർ സപ്ലയർ എന്ന് പറയും, കസ്റ്റമർ എന്ത് പറയും? റെസിപ്പിയൻ്റ്. ഓക്കെ, അപ്പോൾ ഈ കൺസിഡറേഷൻ ആ റെസിപ്പിയൻ്റ് ആ കസ്റ്റമർ തന്നെ തരണം നിർബന്ധമുണ്ടോ? ഉണ്ടോ? പേരെന്തായിരുന്നു? അക്സക്ക് ഞാനൊരു ഗുഡ്സ് സെയിൽ ചെയ്തു. അക്സക്ക് ഞാനൊരു ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കൺസിഡറേഷൻ അക്സ തന്നെ തരണം നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. ഇവിടെ പറയുന്നത് കൺസിഡറേഷൻ കൊടുക്കുന്നത് വെദർ ബൈ റെസിപ്പിയൻ്റ് ഓർ എനി അതർ പേഴ്സൺ. രണ്ട് സ്ഥലത്ത് തന്നെ പറയുന്നത് വെദർ ബൈ റെസിപ്പിയൻ്റ് ഓർ എനി അതർ പേഴ്സൺ എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ഞാൻ അക്സക്ക് ഈ റിമോട്ട് സെയിൽ ചെയ്തു. ചിലപ്പോൾ കൺസിഡറേഷൻ തരുന്ന ആരായിരിക്കും? അക്സ ആയിരിക്കാം. അല്ലെങ്കിൽ അക്സയുടെ ബിഹാഫിൽ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്ക് കൺസിഡറേഷൻ തരുന്നത്. അക്സ പറഞ്ഞിട്ട് അക്സയുടെ ഏജൻറ്റോ അല്ലെങ്കിൽ അക്സയുടെ വേറെ വല്ല റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എനിക്ക് എന്ത് തരുന്നത്? കൺസിഡറേഷൻ തരുന്നത്. എല്ലാം തരുന്ന ആരുടെ ബിഹാഫ് തന്നെയാണ്? അക്സയുടെ ബിഹാഫിലാണ്. പക്ഷേ അക്സ നേരിട്ടല്ല തരുന്നത്. അങ്ങനെയാണെങ്കിലും അത് ഏത് കാറ്റഗറിയിൽ വരും? കൺസിഡറേഷൻ്റെ കാറ്റഗറിയിൽ വരും. അപ്പോൾ കൺസിഡറേഷൻ റെസിപ്പിയൻറ്റിന് കൊടുക്കണമെന്നില്ല, റെസിപ്പിയൻ്റെ ബിഹാഫിൽ വേറെ ആരെങ്കിലും കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല, കൺസിഡറേഷൻ തന്നെയാണ്. ഓക്കെ, ശരി. ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. അതിൽ ഏതെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടോ? പറഞ്ഞേ. ഇവിടെ പറയുന്നുണ്ട്, അല്ല എന്തിനായിരിക്കും ഇവിടെ ഏതൊക്കെ കൺസിഡറേഷനോ? 4 കാര്യങ്ങൾ ഏതൊക്കെ? മണി, ഇൻ കൈൻഡ് അല്ലേ, അതർവൈസ്, ആക്ട്, ഫോർബിയറൻസ്.
എന്തിനാണ് ഇതൊക്കെ തരുന്നത് നമുക്ക്? ഇൻ റെസ്പോൺസ് ഓർ ഫോർ ഇൻഡ്യൂസ്മെൻറ്റ്. എന്ത് ഇൻഡ്യൂസ്മെൻറ്റ്? പ്രേരിപ്പിക്കല്ലേ? നിനക്ക് പൈസ തരാം, നീ ഗുഡ്സ് എനിക്ക് തരണം. നിനക്ക് പൈസ തരാം, നീ എനിക്ക് സർവീസ് തരണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗുഡ്സോ സർവീസോ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ടല്ലേ, അല്ലെങ്കിൽ അത് ആ ഗുഡ്സോ സർവീസോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രേരിപ്പിക്കുകയാണ്, കസ്റ്റമർ പ്രേരിപ്പിക്കുകയാണ്. എടാ നിനക്ക് പൈസ തരാം, ഞാൻ ഗുഡ്സ് എനിക്ക് തരണം. എന്നാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഗുഡ്സിനും സർവീസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഒന്ന് വായിച്ചാൽ മീനിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. നമ്മൾ ഇവിടെ തന്നെ ശരിക്കും പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആവണം. പഠിച്ചു കഴിയണം. ഒരു ഡൗട്ട് പോലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, യെസ്. ശരി, പറ. നമുക്ക് ഈ കൺസിഡറേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സെക്ഷൻ ഏതാണ്? 231. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും കൺസിഡറേഷനിൽ? മണി, അതർവൈസ്, ഇൻ കൈൻഡ് അല്ലേ, പിന്നെ ആക്ട്, ഫോർബിയറൻസ്. എന്താണ് കൺസിഡറേഷൻ എക്സ്ക്ലൂഡ് ചെയ്യുക? സബ്സിഡി ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി കൺസിഡറേഷൻ അല്ല. പിന്നെ ഡെപ്പോസിറ്റ് കൺസിഡറേഷൻ അല്ല, അൺലെസ് ഇറ്റ് അപ്ലൈ ആസ് എ കൺസിഡറേഷൻ. എന്ന് വെച്ചാൽ എന്താ? ഡെപ്പോസിറ്റിന് കൺസിഡറേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ അതിനെന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. യെസ്, ഗുഡ്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സെക്ഷനെ പഠിച്ചത്? മീനിങ് ഏതിൻ്റെയൊക്കെ പഠിച്ചു? ഗുഡ്സ്, സർവീസ്, കൺസിഡറേഷൻ അല്ലേ? ഓക്കെ. ഇനി എൻ്റെ ചോദ്യം, കൺസിഡറേഷനിൽ ഫസ്റ്റ് വൺ ഏതായിരുന്നു? മണി. എന്ത് മണി? ക്യാഷ് മാത്രമാണോ മണി? മണി എന്ന് വെച്ചാൽ എന്താ? മോണിറ്ററി വാല്യൂ. നോക്കാം. മണിയുടെ സെക്ഷനാണ് 275. എന്താണ് മണി? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കേ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മണി. എന്താ മണി? ക്യാഷ് മാത്രമാണോ മണി? ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ ലീഗൽ ടെൻഡർ എന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസി അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ത്യൻ കറൻസി മണിയാണ്. പിന്നെ ഏത് വരും? ഫോറിൻ കറൻസി. പിന്നെ ഏതൊക്കെ? ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡ്രാഫ്റ്റ്, പേ ഓർഡർ, ട്രാവലർ ചെക്ക്, മണി ഓർഡർ, പോസ്റ്റൽ, ഇലക്ട്രോണിക് റെമിറ്റൻസ്, എനി അതർ ഇൻസ്ട്രുമെൻറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ RBI. ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും ഏത് തന്നെയാണ്? മണി എന്ന ഡെഫിനിഷനിൽ വരും. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണിയല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം മണിയല്ല. അതേതാ? ബട്ട് ഷാൽ നോട്ട് ഇൻക്ലൂഡ് എനി കറൻസി ദാറ്റ് ഈസ് ഹെൽഡ് ഫോർ ഇറ്റ്സ് ന്യൂമിസ്മാറ്റിക് വാല്യൂ. എന്ന് വെച്ചാൽ എന്താ? ഇത് മണി എന്ന ഡെഫിനിഷനിൽ വരില്ല എന്നാണ് പറയുന്നത്. എനി കറൻസി ദാറ്റ് ഈസ് ഹെൽഡ് ഫോർ ന്യൂമിസ്മാറ്റിക് വാല്യൂ എന്ന് വെച്ചാൽ എന്താ? അതായത് പഴയ നാണയങ്ങളില്ലേ, ഇപ്പോൾ വാലിഡിറ്റി ഇല്ലാത്ത പഴയ നാണയങ്ങൾ, അതെന്തല്ല? മണിയല്ല. എന്ന് വെച്ചാൽ നമുക്ക് കുറേ ശേഖരമൊക്കെ ഉണ്ടാവില്ലേ മണി? ഇങ്ങനെ കുറേ പഴയ നാണയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇത് ഏത് കാറ്റഗറിയിൽ വരില്ല? മണി എന്ന കാറ്റഗറിയിൽ വരില്ല. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? കറൻസി ഹെൽഡ് ഫോർ ന്യൂമിസ്മാറ്റിക് വാല്യൂ. നമ്മൾ ഈ മ്യൂസിയത്തിലൊക്കെ വെക്കാറില്ലേ? ഇപ്പോൾ ശരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു 5 പൈസയുടെ കോയിൻ വേണമെന്ന് വിചാരിക്കുക. 5 പൈസയുടെ കോയിൻ നിങ്ങൾക്ക് കിട്ടാം. ഇപ്പോൾ നിങ്ങൾ 5 പൈസ കൊടുത്താൽ മതിയോ? പോരാ. അതിന് ചിലപ്പോൾ ഒരു 10 രൂപ കൊടുത്താൽ 5 പൈസ കിട്ടുള്ളൂ. നിങ്ങൾ പഴയ ഏതെങ്കിലും ഒരു നാണയം വേണം, ചിലപ്പോൾ ഇപ്പോൾ 1 ലക്ഷം കൊടുക്കേണ്ടി വരും. ഈ 1 ലക്ഷം രൂപ കൊടുത്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവുള്ളൂ? ഈ പഴയ നാണയം കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ പറഞ്ഞു തന്നത് ഇങ്ങനെയുള്ള ഈ പഴയ നാണയങ്ങൾ അതൊന്നും എന്തല്ല? മണി എന്ന ഡെഫിനിഷനിൽ വരില്ല. ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്. അതാണ് പറയാൻ പോയത്. ഇത് മണി എന്ന ഡെഫിനിഷനിൽ വരില്ല എന്ന് പറയുമ്പോൾ ഇത് ഏത് ഡെഫിനിഷനിൽ വരും? ഗുഡ്സ് എന്ന ഡെഫിനിഷനിൽ വരും. ചിന്തിക്കൂ. കാരണം നമ്മൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞത് മണി വരില്ല എന്നല്ലേ? അല്ലേ? അപ്പോൾ ഈ പഴയ നാണയങ്ങൾ എന്തല്ല? മണിയല്ല. അപ്പോൾ ഈ പഴയ നാണയം അത് എന്തായിട്ട് വരും? ഗുഡ്സ് ആയിട്ട് വരും അല്ലേ? ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഒരു ഓൾഡ് കോയിൻ ഉണ്ട്. ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഈ ഓൾഡ് കോയിൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻ ഉണ്ട്. ഓൾഡ് കോയിൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ളൊരു ഓൾഡ് കോയിൻ, ഒരു 10 പൈസയുടെ ഓൾഡ് കോയിൻ ഞാനൊരു 10,000 രൂപയ്ക്ക് വിറ്റു. ഒരു 10 പൈസയുടെ പഴയ നാണയം ഞാനൊരു 10,000 രൂപയ്ക്ക് വിറ്റു. എൻ്റെ ചോദ്യം, ഞാൻ GST അടക്കണോ വേണ്ടേ?
വേണം. കാരണം എന്താ, ഈ ഓൾഡ് കോയിൻ മണി അല്ല എന്ന് പറയുമ്പോൾ അത് ഏത് ഡെഫിനിഷനിൽ വരും? ഗുഡ്സ് എന്ന ഡെഫിനിഷനിൽ വരും. അപ്പോൾ കസ്റ്റമർ കഴിഞ്ഞാൽ 10,000 മാത്രം വാങ്ങിയാൽ പോരാ, കസ്റ്റമർ ഇത് ഏത് കൂടെ വാങ്ങണം? GST കൂടെ വാങ്ങണം. എന്നാൽ GST ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം. ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്. ശരി, ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഡെഫിനിഷൻ പഠിച്ചത് പറഞ്ഞേ? ഫസ്റ്റ് ഏതാ ഡെഫിനിഷൻ പഠിച്ചത്? ഗുഡ്സ് ഏതാണ്? 252. പിന്നെ സർവീസ് 2102. പിന്നെ കൺസിഡറേഷൻ ഏതാണ്? 231. പിന്നെ മണി ഏതാണ്? 275 അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി ഇതെല്ലാം ഈ ഡെഫിനിഷനൊക്കെ നമ്മൾ എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? സെക്ഷൻ 7(1) എന്നാണ് പോകുന്നത് അല്ലേ? 1A എന്നാണ് പോകുന്നത്. ഓക്കെ, ശരി. ഇനി പറയുന്നുണ്ട് സപ്ലൈ ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സോ സർവീസോ ആയിരിക്കണം. അവിടെ എന്തുണ്ടായിരിക്കണം? കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഇനി അതെന്തായിരിക്കണം? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം അല്ലേ? ഈ ബിസിനസ് നോക്കേണ്ടത് നമ്മൾ നോർമലി ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്? സപ്ലയറുടെ പോയിന്റ് ഓഫ് വ്യൂല്. ഇത് സെയിൽ ചെയ്യുന്ന ആൾക്ക് ഇത് ബിസിനസ് ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ എന്താ ബിസിനസ്? ബിസിനസ് എന്ന് സെക്ഷൻ 217 എന്ന് പറയുന്നുണ്ട് ബിസിനസ്. ഓക്കെ, ബിസിനസ്. ഈ മീനിങ് നമുക്ക് ലിറ്റിൽ ലേറ്റർ നോക്കാം, പക്ഷേ ഇവിടെ ഒരു മീനിങ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബിസിനസ്. ശരി, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് സർവീസ് ആയിരിക്കണം. തിരിച്ചെന്തുണ്ടായിരിക്കണം? കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഇനി അതെന്തായിരിക്കണം? ഇൻ ദ കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ബിസിനസിൻ്റെ സെക്ഷനാണ് 217. ഓക്കെ, ഗുഡ്. ഇനി എൻ്റെ ചോദ്യം, ഇതാരാ? ഇത് ഈ സപ്ലയർ ആരാ? സപ്ലയർ? സപ്ലയർ ആരാ? ഈ സപ്ലയർ ഒരു വസ്തുവാണോ, അതോ ഒരു മനുഷ്യനാണോ, അതൊരു കമ്പനിയാണോ, ഫേമാണോ? ആരാ സപ്ലയർ? സപ്ലയർ ആരാണ്? ഒരു പേഴ്സൺ ആയിരിക്കണം. ഈ ഡെഫിനിഷനിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ സപ്ലയർ ആരായിരിക്കണം? ഒരു പേഴ്സൺ ആയിരിക്കണം. നമ്മുടെ ഡെഫിനിഷൻ ഇല്ലേ നോക്കാം അങ്ങനെ പോയിന്റ്. ബൈ എ പേഴ്സൺ. ആരാ പേഴ്സൺ? സെക്ഷൻ 284 പേഴ്സൺ. നമ്മൾ പണ്ടിപ്പോൾ മുതലേ കേട്ട കാര്യങ്ങളാണ് അല്ലേ? ഇമ്പോർട്ടൻ്റ് അല്ല, ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ആരൊക്കെയാണ് വരുന്നുണ്ട്? ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, LLP, പിന്നെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, പിന്നെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഇൻകോർപ്പറേറ്റഡ് ഓർ അണ്ടർ ലോ ഓഫ് കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വെച്ചാൽ ഫോറിൻ കമ്പനി, അതൊക്കെ ഏതിൽ വരും? പേഴ്സൺ എന്ന ഡെഫിനിഷനിൽ വരും. പിന്നെ സൊസൈറ്റി, ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ. പിന്നെ ഗവൺമെൻറ്, പിന്നെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി, ട്രസ്റ്റ്. ഇനി ഈ കാറ്റഗറിയിൽ വരാത്ത ബാക്കി എല്ലാ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണും. എന്ത് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ? ഈ കാറ്റഗറിയിൽ വരാത്ത നോർമൽ നാച്ചുറൽ പേഴ്സൺ അല്ല. നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ? അല്ല. എന്നാൽ 2 ആൾ കൂടിയിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കി, അല്ലെങ്കിൽ 2 ആൾ കൂടിയിട്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കി, 2 ആൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ? ഓക്കെ. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ഒക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതൊക്കെ ഏത് കാറ്റഗറിയിൽ? അതൊരു വ്യക്തിയാണോ? അത് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഏത് തന്നെയാണ്? ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന കാറ്റഗറി വരും. എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരാത്ത ബാക്കി എല്ലാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളും അതൊക്കെ ഏത് കാറ്റഗറി തന്നെയാണ്? പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എത്ര ഡെഫിനിഷൻ പഠിച്ചു? ഫസ്റ്റ് ഏതാ പഠിച്ച ഡെഫിനിഷൻ? ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതാം. സെക്ഷൻ 252 ഗുഡ്സ്, പിന്നെ 2102 സർവീസ്, പിന്നെ 231 കൺസിഡറേഷൻ, 275 മണി, 270 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്നാലും അത് ഏതാണ്? ബിസിനസ്. പിന്നെ 284 ഏതാണ്? പേഴ്സൺ. ഇത്രയും ഡെഫിനിഷൻ നമ്മൾ അറിയണം. ഏത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 7 അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. ഇപ്പം നിങ്ങൾ അതിൻ്റെ എല്ലാ ആംഗിളും പഠിച്ചു. ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ഇതൊന്ന് വായിച്ചേ. ആ ഫസ്റ്റ് 7(1) ഒന്ന് വായിച്ചേ, ശരിക്കും ഒന്ന് വായിച്ചേ. അപ്പോൾ സപ്ലൈ ഇൻക്ലൂഡ്
ഈ ചെയ്യുന്ന സാധനം എന്തായിരിക്കണം? ഗുഡ്സോ സർവീസോ ആയിരിക്കണം. അതെന്ത് ചെയ്യണം? അത് സെയിലാവാം അല്ലേ? പിന്നെ ട്രാൻസ്ഫർ, ഈ ബാർട്ടർ എന്ന് വെച്ചാൽ എന്താ? എക്സ്ചേഞ്ച് ചെയ്യല്ലേ? യെസ്. പിന്നെ അതന്നെ എക്സ്ചേഞ്ച്, എടുത്ത് തന്നെ പറയുന്നുണ്ട് എക്സ്ചേഞ്ച്. പിന്നെ ലൈസൻസ്, റെൻ്റൽ എന്നൊക്കെ വെച്ചാൽ എന്താ? റൈറ്റ് കൊടുക്കുക. ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക. പ്രൊഡക്റ്റിന് ടൈറ്റിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഇത് ടൈറ്റിൽ ഞാൻ അക്സെപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതേതാണ്? അത് സെയിലാണ്. എന്നാൽ ഇത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അതേതാണ്? അത് നമുക്ക് റെൻറ്റിന് കൊടുക്കുക എന്നോ അങ്ങനെയൊക്കെ പറയാമല്ലോ. യെസ്. അപ്പോൾ ഈ സെയിലാവാം, ട്രാൻസ്ഫറോ, ബാർട്ടറോ, ലൈസൻസ് കൊടുക്കുന്ന എന്താ ലൈസൻസിന് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ഉപയോഗിക്കാനുള്ള റൈറ്റ് കൊടുക്കാൻ അതിനെ ഉദ്ദേശിക്കുന്നത്. ലൈസൻസ്, റെൻറ്റ്, ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? ഈ ഒരു സപ്ലൈ എന്ന കാറ്റഗറിയിൽ വരും. ഓക്കെ. ഡിസ്പോസൽ എന്ന് വെച്ചാൽ ഒഴിവാക്കുക, അതിനെ ഉദ്ദേശിക്കുന്നത്. ഒക്കെ കൊടുത്ത് ഒഴിവാക്കുക, അത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എങ്ങനെയായിരിക്കണം? ഇത് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? മെയ്ഡ് ഓർ എഗ്രി ടു ബി മെയ്ഡ്. അതെന്താ? ഒന്നീ കൺസിഡറേഷൻ അപ്പം തന്നെ കിട്ടി കാണും, അല്ലെങ്കിലോ തരാമെന്ന് പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കൺസിഡറേഷൻ സ്പോട്ടിൽ തന്നെ വേണമെന്നില്ല, പിന്നെ കൊടുത്താലും മതി. എഗ്രി ചെയ്തിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ബൈ എ പേഴ്സൺ അല്ലേ? അയാൾ എന്ത് പർപ്പസ് ആയിരിക്കണം? ഇൻ ദ കോഴ്സ് ഓഫ് ഫർദർസ് ഓഫ് ബിസിനസ്. ഇതാണ് 7(1)A ഫുൾ മീനിങ് എന്ന് പറയുന്നത്. 100% സെറ്റായോ മീനിങ്? ഓക്കെ. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ പോവാണ്. നിങ്ങൾ പറയണം അത് സപ്ലൈ ആണോ അല്ലേ എന്ന് പറയണം. ഓക്കെ. ഈ ഒരു എക്സാമ്പിൾ കഴിയുമ്പോഴേക്കും ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ. ഫസ്റ്റ് വണ്ണ് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ, ഫസ്റ്റത്തെ കേസ് സപ്ലൈ ആണോ അല്ലേ? ശരിക്കും മനസ്സിലാക്കി പറഞ്ഞാൽ മതി. ആ 3 എലമെൻ്റ് അവിടെ ഉണ്ടോ നോക്കി. എന്താ ഫസ്റ്റ് എലമെൻറ്റ്? ഗുഡ്സ് ആയിരിക്കണം. ആണ്, ഗുഡ്സ് ആണ്. മൊബൈൽ ഫോൺ ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? ഗുഡ്സ് ആണ്. പിന്നെ കൺസിഡറേഷൻ ഉണ്ട്. 40,000 രൂപക്കാണ് സെയിൽ ചെയ്തത്. എക്സ് ഒരു മൊബൈൽ ഡീലറാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണല്ലേ? അപ്പോൾ ഇയാൾ ഈ മൊബൈൽ ഡീലർ മൊബൈൽ ഫോൺ 40,000 രൂപക്ക് സെയിൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 40,000 മാത്രം വാങ്ങിയാൽ മതിയോ? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഏത് കൂടെ വാങ്ങണം? GST കൂടെ വാങ്ങണം. എന്നിട്ട് GST എവിടേക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിക്ക് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റിൽ സപ്ലൈ ആണോ അല്ലേ പറഞ്ഞേ? ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ കൺസിഡറേഷൻ ഇല്ല. സപ്ലൈ ചെയ്ത ഗുഡ്സ് ആണ്, ബിസിനസ് പർപ്പസ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ എന്തില്ല? കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ സപ്ലൈ അല്ല. സപ്ലൈ അല്ലെങ്കിൽ അവിടെ എന്ത് കൊടുക്കണ്ട? GST കൊടുക്കണ്ട. ഓക്കെ. ഇനി മൂന്നാമത്തതോ? ഒരു CS സ്റ്റുഡൻറ്റ് മൊബൈൽ ഫോൺ 20,000 രൂപക്ക് ഫ്രണ്ടിന് കൊടുക്കുകയാണ്. അയാൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണാണ്. ഓക്കെ. സപ്ലൈ ആണോ അല്ലേ? ഗുഡ്സ് അല്ലേ? കൺസിഡറേഷൻ ഇല്ലേ? ദെൻ വൈ? ബിസിനസ് അല്ല. GST വരുമോ? ഇല്ല. ക്ലിയർ ആയോ? ഇതാണ് ഈ സെക്ഷൻ. 100% പക്കയായോ? ക്ലിയർ? ഓക്കെ. അടുത്തത് 7(1)AA. അടുത്തൊരു സെക്ഷനാണ് 7(1)AA. ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് 7(1)AA പറയുന്നത്? ഹീറ്റ് ആവുന്നുണ്ടോ? അവിടെ താഴെ ഹീറ്റ് ആവുന്നുണ്ടോ? സൈഡിൽ മാറണോ? ചിലപ്പോൾ ഇതിൻ്റെ ഹീറ്റിംഗ് വരും. വായിച്ചോ? എന്താണ് പറയുന്നത്? ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻസ് ബൈ എ പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഈ ക്ലബ്ബുകളൊക്കെ ഇല്ലേ, കുറേ സൊസൈറ്റി അല്ലെങ്കിൽ അസോസിയേഷൻസ്, ക്ലബ്ബുകളൊക്കെ. ഈ ഒരു ക്ലബ്ബ് ആർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കുകയാണ്? അതിലുള്ള മെമ്പേഴ്സിന്, അതായത് കോൺസ്റ്റിറ്റ്വൻറ്റ് മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അസോസിയേഷൻ, ഇപ്പോൾ ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കിയാലേ ആ സൊസൈറ്റി ആർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ? അതിലുള്ള മെമ്പേഴ്സിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു സൊസൈറ്റി അതിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്ത് കൊടുക്കുമ്പോൾ തിരിച്ചെന്ത് കിട്ടുന്നുണ്ട്? ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അതൊന്നെങ്കിൽ ക്യാഷ് ആവാം, അല്ലെങ്കിൽ എന്താ ഡെഫേർഡ് പേയ്മെൻറ്റ്, ഫ്യൂച്ചർ പേയ്മെൻ്റ് അല്ലേ, പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നതാവാം, ഏതും ആവാം. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു വാല്യുബിൾ ആയ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ക്ലബ്ബ് അതിലെ മെമ്പേഴ്സിന് എന്തോ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആ മെമ്പേഴ്സിന് കയ്യിൽ തിരിച്ചെന്ത് കിട്ടുന്നുണ്ട്? കൺസിഡറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും? സപ്ലൈ ആണ്. അപ്പോൾ അവർ ഇത് ക്ലബ്ബാണ്, ഇത് ബിസിനസ് അല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കാരണം അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ വന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരെന്ത് പറയുന്നറിയോ? ഇവർ പറയും ഈ ക്ലബ്ബ് ഞങ്ങൾ കൂടി ഉണ്ടാക്കിയത് തന്നെ. ഇപ്പം നമ്മൾ ഇത്രയും ആൾക്കാർ കൂടിക്കാണ്ടൊരു ക്ലബ്ബ് ഉണ്ടാക്കുകയാണ്. നമ്മൾ പറയാണ് ഞങ്ങളും ക്ലബ്ബൊക്കെ ഒന്ന് തന്നെ, ഞങ്ങൾ തന്നെയാണ് ക്ലബ്ബ് എന്ന് വെച്ചാൽ ഞങ്ങളാണ് എന്ന് വെച്ചാൽ ഇവിടെ രണ്ടാൾക്കാരില്ലാന്ന്. ഇവരെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ സപ്ലയർ വേറെ റെസിപ്പിൻ്റ് വേറെ അങ്ങനെ ഇല്ല അങ്ങനെ ഒരു ഡൗട്ട് വരികയാണ് അവിടെ. പക്ഷെ അവിടെ ക്ലാരിഫൈ ചെയ്തു. എന്താ ക്ലാരിഫൈ ചെയ്തത്? ദ പേഴ്സൺസ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ഷാൾ ബി ഡീംഡ് ടു ബി സെപ്പറേറ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ക്ലബ്ബിലുള്ള മെമ്പേഴ്സ് വേറെ, ക്ലബ്ബ് വേറെ. ക്ലബ്ബ് മെമ്പേഴ്സ് എന്തല്ല? ഒന്നല്ല. ഒരു സൊസൈറ്റി അതിലെ മെമ്പേഴ്സ് എന്തല്ല? ഒന്നല്ല. വേറെ വേറെ ആൾക്കാരാ, രണ്ടാൾക്കാരാ. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇവിടെ പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. ഒരു അസോസിയേഷൻ അതിലെ മെമ്പേഴ്സിന് എന്തൊക്കെയോ ചെയ്തു കൊടുക്കുകയാണ്. ചെയ്തു കൊടുക്കുമ്പോൾ തിരിച്ചെന്ത് കിട്ടുന്നുണ്ട്? കൺസിഡറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? സപ്ലൈ ആണ്. ഇവിടെ പറയുന്നുണ്ട് വൈസ് വേഴ്സ എന്ന് വെച്ചാൽ എന്താ? തിരിച്ചങ്ങോട്ട് മെമ്പേഴ്സ് ചിലപ്പോൾ ക്ലബ്ബിന് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ക്ലബ്ബിൻ്റെ കയ്യിൽ തിരിച്ചെന്ത് കിട്ടുന്നുണ്ടാവും? കൺസിഡറേഷൻ കിട്ടുന്നുണ്ടാവും. അതും എന്താണ്? സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. 7(1)(a) പറയാണ് ഒരു ക്ലബ്ബോ അസോസിയേഷനോ ഒക്കെ മെമ്പേഴ്സിന് അങ്ങോട്ടോ മെമ്പേഴ്സ് ഇങ്ങോട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സപ്ലൈ ആണ്. പക്ഷേ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? യെസ്. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലബ്ബും അതിലെ മെമ്പേഴ്സും എന്തായിട്ട് കണക്കാക്കണം? സെപ്പറേറ്റ് വ്യക്തികളാണ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്ര ക്ലോസ് ഇവിടെ പഠിച്ചു? 7(1)(a), 7(1)(a). ഇനി അത് 7(1)(b). ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ 7(1)(b) പറയുന്നത്? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ല, ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യാണ്. എന്തൊരു എക്സാമ്പിൾ പറഞ്ഞേ? നമ്മൾ എന്താ സർവീസ് ഇമ്പോർട്ട് ചെയ്യാം? ഇമ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? വേറെ രാജ്യത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എന്താണ്? എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യാം നമ്മൾ? ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുമ്പോൾ എന്തെങ്കിലും ലീഗൽ ആയിട്ട് എന്തെങ്കിലും സർവീസുകൾ നമ്മൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരോട് പറയാറുണ്ട്, അല്ലേ? അങ്ങനെ പുറത്തുനിന്ന് കുറേ സർവീസ് നമ്മൾ എടുക്കാറുണ്ടല്ലേ? അതിന് പറയുന്ന പേരാണ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഓക്കെ, അപ്പോൾ ഒരു സർവീസ് ഞാൻ ഇമ്പോർട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് ഒരു സർവീസ് ആക്സെപ്റ്റ് ചെയ്തു. തിരിച്ച് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ 7(1)(a) എത്ര എലമെൻറ്റ് വേണമെന്നാണ് പറഞ്ഞത്? സപ്ലൈ ആവണമെങ്കിൽ 3 അല്ലേ? ഏതൊക്കെ? ഗുഡ്സ് സർവീസ് ആയിരിക്കണം, കൺസിഡറേഷൻ വേണം, ഇൻ ദ കോഴ്സ് ഓർ ഫർദർനസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ഇവിടെ പറയുന്നത് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണ്. ഞാനൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്തു, തിരിച്ചെന്ത് കൊടുക്കുന്നുണ്ട്? കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് വെച്ചാൽ എന്താ? അത് ബിസിനസ് പർപ്പസ് ആണോ അല്ലേ നോക്കണ്ട. ഇവിടെ ആക്ച്വലി നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചിന്തിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് കേസിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? റെസിപ്പിയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഈ ഓഫീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ളൊരു ടീമിനെ ഏൽപ്പിച്ചു. UK ഒരു ടീമിനെ ഞാനൊരു പരിപാടി ഏൽപ്പിച്ചു. എന്താ ഏൽപ്പിച്ചത്? ഓഫീസിൻ്റെ ഇൻറ്റീരിയർ ചെയ്യണം. ഞാൻ അവർക്കൊരു 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. UK ഒരു ടീമാണ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ സർവീസ് ചെയ്തിട്ടാണ്. ഞാൻ എത്ര കൊടുക്കുന്നുണ്ട്? 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ 1 ലക്ഷം രൂപക്ക് മുകളിൽ GST വരുമോ? ഇല്ലേ? വരും. കാരണം എന്താ? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണോ? എന്ത് കൊടുക്കുന്നുണ്ട്? കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബിസിനസ് പർപ്പസ് ആണ്, പക്ഷെ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇൻ കേസ് ഞാനൊരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ സർവീസ് ആക്സെപ്റ്റ് ചെയ്തു ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന്. എൻ്റെ വീട് പണിക്കാണ്, ഞാൻ താമസിക്കുന്ന എൻ്റെ റൂമിന്, എൻ്റെ വീടിന് ഇൻറ്റീരിയർ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കണോ വേണ്ടേ? അതെന്താണ്? സപ്ലൈ ആണ്. കാരണം ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് നോക്കണ്ട? അത് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണോ അല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? യെസ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയിരിക്കും വരിക. എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം? ഇവിടെ GST ആരാ കൊടുക്കേണ്ടത്? റെസിപ്പിയൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ GST ആര് കൊടുക്കണം? റെസിപ്പിയൻ്റ് കൊടുക്കണം. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഇതിനെപ്പറ്റി, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ പറ്റി. ക്ലിയർ?
യെസ്. ശരി, അപ്പോൾ ഇത് നോക്കൂ, കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്? 7(1)B. ഓക്കെ, ഫസ്റ്റത്തെ നോക്കിയിട്ട് സപ്ലൈ ആണോ അല്ലേ നിങ്ങൾ പറയണം. ആണോ അല്ലേ? UK നിന്നാണല്ലേ? എന്ന് വെച്ചാൽ ഇമ്പോർട്ടാണ്, ലീഗൽ സർവീസ് ഇമ്പോർട്ട് ചെയ്തു, 1,00,000 രൂപ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. എന്ത് പർപ്പസിനാണ്? ബിസിനസ് റിലേറ്റഡാ. സപ്ലൈ ആണോ അല്ലേ? സപ്ലൈ ആണ്. കാരണം അവിടെ ബിസിനസ് ആണോ അല്ലേ നോക്കേണ്ട ആവശ്യമില്ല. എന്ത് നോക്കിയാൽ മതി? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണോ കൺസിഡറേഷൻ ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ? യെസ്. അടുത്തത് സപ്ലൈ ആണോ അല്ലേ? സപ്ലൈ ആണ്. കാരണം എന്താ? ബിസിനസ് പർപ്പസ് ആണോ പേഴ്സണൽ ആണോ നോക്കണ്ട. എന്ത് നോക്കിയാൽ മതി? ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണോ കൺസിഡറേഷൻ ഉണ്ടോ നോക്കിയാൽ മതി. സപ്ലൈ ആണോ അല്ലേ? ആണ്. അടുത്തതോ? ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണല്ലോ? ആണ്. അവിടെ കൺസിഡറേഷൻ ഇല്ല. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പിന്നെ അതെന്തല്ല? സപ്ലൈ അല്ല. കാരണം അവിടെ എന്തുണ്ടായിരിക്കണം? കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് കേസോ? സപ്ലൈ ആണോ അല്ലേ? വൈ? ഇവിടെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്. നമ്മൾ ഈ 7(1)B പറയുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഇമ്പോർട്ട് ഓഫ് സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഏത് സെക്ഷനാണ് നോക്കുക? 7(1)B പ്രകാരം നമ്മൾ ഏത് നോക്കുക? ഇമ്പോർട്ട് ഓഫ് സർവീസ് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണെങ്കിലോ 7(1)A ആണ് നോക്കേണ്ടത്. നമ്മുടെ ജനറൽ സെക്ഷൻ ഏതാണ്? 7(1)A. 7(1)A പ്രകാരം സപ്ലൈ ആണെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ ഉണ്ട്? സപ്ലൈ ചെയ്യുന്നത് ഗുഡ്സോ സർവീസോ ആയിരിക്കണം. ആണ്. കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ബിസിനസ് പർപ്പസ് ആയിരിക്കണം. ബിസിനസ് പർപ്പസ് ആണോ? അല്ല. അപ്പോൾ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണെങ്കിലേ നിങ്ങൾ ഏത് നോക്കാൻ പാടുള്ളൂ? 7(1)B. ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഏത് നോക്കണം? 7(1)A നോക്കണം. 7(1)A നോക്കുമ്പോൾ എത്ര കണ്ടീഷൻ ഉണ്ടായിരിക്കണം? 3 കണ്ടീഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇമ്പോർട്ടിൻ്റെ കേസിൽ അത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണെങ്കിലും ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആണോ അല്ലേ എന്ന് ആരെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നോക്കേണ്ടത്? റെസിപ്പിയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നോക്കേണ്ടത്. ബിക്കോസ് നോർമലി GST ഗവൺമെൻറ്റിക്ക് കൊടുക്കേണ്ടത് സപ്ലയർ അല്ല. ആരാണ്? റെസിപ്പിയൻ്റ് ആണ്. നമുക്ക് ലിറ്റിൽ ലേറ്റർ പഠിക്കാം. ഡോണ്ട് വറി. ക്ലിയർ ആണോ? യെസ്. ഇന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ആ സെക്ഷൻസ് മാത്രം പറയും. ആദ്യം മീനിങ് ഏതൊക്കെ സെക്ഷനാണ്? ഫസ്റ്റ് 252 അല്ലേ? ഏതായിരുന്നു? ഗുഡ്സ്. പിന്നെ 210 ഏതാണ്? സർവീസ്. പിന്നെ 231 ഏതാണ്? കൺസിഡറേഷൻ. പിന്നെ 275 ഏതാണ്? മണി. പിന്നെ 270 ഏതാണ്? ബിസിനസ്. പിന്നെ 284 ഏതാണ്? പേഴ്സൺ. ഇത്രയും മീനിങ് ഇത്രയേ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ സെക്ഷൻ്റെ ഏതൊക്കെ പറഞ്ഞത്? 7(1)A പറഞ്ഞല്ലേ? 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഏതൊക്കെ? ഗുഡ്സ് സർവീസ് ആയിരിക്കണം, കൺസിഡറേഷൻ വേണം, ബിസിനസ് പർപ്പസ് ആയിരിക്കണം. 7(1)A ഏതാ? ഒരു സൊസൈറ്റി മെമ്പേഴ്സിന്, അതായത് അതർ ദാൻ ഇൻഡിവിജ്വൽ അല്ലേ? ഇൻഡിവിജ്വൽ അല്ലാത്തൊരു സ്ഥാപനം മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ മെമ്പേഴ്സ് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കുകയാണ്. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതേതാണ്? സപ്ലൈ ആണ്. പിന്നെ ഏതാണ്? 7(1)B ഏതാണ്? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണെങ്കിൽ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതേതാണ്? സപ്ലൈ ആണ്. അതിന് എന്ത് നോക്കണ്ട? ഇൻ ദ കോഴ്സ് ഓഫ് ഫർദർനെസ് ആണോ ബിസിനസ് ഓഫ് ആണോ നോക്കേണ്ട ആവശ്യം ഇല്ല. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ചെറിയ ബ്രേക്ക് എടുക്കാം അല്ലേ?